തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷത്തിൽ ജനപ്രിയ ബജറ്റ് പ്രതീക്ഷിച്ചവർക്ക് നിരാശയാണ് ഫലം. ക്ഷേമത്തിനും വികസനത്തിനും ഊന്നൽ നൽകുമെന്ന് പറഞ്ഞെങ്കിലും ക്ഷേമം അധികം മുന്നോട്ട് പോയിട്ടില്ല. ക്ഷേമ പെൻഷൻ 1600 രൂപയിൽ നിന്ന് വർദ്ധിപ്പിച്ചിട്ടില്ല. കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന വാഗ്ദാനം മാത്രം. വിഴിഞ്ഞം തുറമുഖത്തിലൂന്നിയുള്ള വികസനമാണ് സർക്കാരിന്റെ ബജറ്റിലെ കാഴ്ചപ്പാട്. വിഴിഞ്ഞം കൊല്ലം പുനലൂർ വികസന ത്രികോണത്തിന് 1000 കോടി രൂപ കിഫ്ബിയിലൂടെ വകയിരുത്തി. വെസ്റ്റ് കോസ്റ്റ് കനാലിന്റെ സ്വാധീന മേഖലയുടെ സാമ്പത്തിക വികസനത്തിന് 500 കോടി രൂപയും കിഫ്ബി വഴിയാണ് ആശ്രയിക്കുന്നത്. കിഫ്ബിയെ വരുമാന മാതൃകയാക്കുമെന്ന നിർദ്ദേശവും ബജറ്റിലുണ്ട്. അതായത് കിഫ്ബി ടോളിന്റെ കാര്യം പ്രത്യേകം പറയുന്നില്ലെങ്കിലും അതിലേക്കുള്ള സൂചനയും ബജറ്റിലുണ്ട്. കോവളം, മൂന്നാർ, കുമരകം, ഫോർട്ട് കൊച്ചി മേഖലകളിൽ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളെ പ്രയോജനപ്പെടുത്തി ടൂറിസം വികസനത്തിന് കെ ഹോം പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി 5 കോടി രൂപയും വകയിരുത്തി. സർക്കാർ ജീവനക്കാർക്ക് സ്ഥിരതയുള്ള പെൻഷൻ നടപ്പാക്കുമെന്ന കഴിഞ്ഞ ബജറ്റിലെ പ്രഖ്യാപനം ഇക്കുറിയും ആവർത്തിച്ചു. ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചില്ല. സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡുവായ 600 കോടി രൂപ ഫെബ്രുവരിയിൽ വിതരണം ചെയ്യും. ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു. എന്നാൽ അവ PF ലയിപ്പിക്കും. DA കുടിശ്ശികയുടെ 2 ഗഡുക്കളുടെ ലോക്കിൻ പീരീഡ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഒഴിവാക്കി നൽകും. സംസ്ഥാനത്തെ ദിവസവേതന കരാർ ജീവനക്കാരുടെ വേതനം 5% വർദ്ധിപ്പിക്കാനും ബജറ്റിൽ പ്രഖ്യാപനമുണ്ടായി. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 1 ഗഡു ക്ഷാമബത്ത 2025 ഏപ്രിൽ മാസം നൽകും. വയനാട് പുനരധിവാസത്തിന് 750 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചു. ഇത് നേരത്തെ പ്രഖ്യാപിച്ചതാണെങ്കിലും ബജറ്റിന്റെ ഭാഗമായാണ് അവതരിപ്പിച്ചത്. നെൽകർഷകർക്കും റബ്ബർ കർഷകർക്കും നാളികേര കർഷകർക്കും താങ്ങുവില പ്രഖ്യാപനമുണ്ടായില്ല. ധനമന്ത്രിയുടെ ബജറ്റിൽ നിരവധി പദ്ധതികൾ കൊല്ലത്തിനും കൊട്ടാരക്കരയ്ക്കുമായി അനുവദിച്ചു. ഭൂനികുതി 50% വർദ്ധിപ്പിച്ചതാണ് ജനത്തിനേറ്റ ഏറ്റവും വലിയ പ്രഹരം. സർക്കാർ വരുമാനം കണ്ടെത്താനായി കണ്ടെത്തിയ ഉപായം. വൈദ്യുതി വാഹനങ്ങളുടെ നികുതി 5% 8%, 10% ഉയർത്തി. കോടതി വ്യവഹാരങ്ങൾക്കും ചെലവേറും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.